Welcome to this new session on fundamentals of investment. Okay, so good morning students. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നൗ പോർട്ട്ഫോളിയോ റിസ്ക് വെൻ ഇറ്റ് കംസ് ടു മോർ ദാൻ 2 സെക്യൂരിറ്റീസ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്യുന്നത്. നൗ ബിഫോർ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ എ പോർട്ട്ഫോളിയോ വർക്ക്സ്. ഇപ്പോൾ പോർട്ട്ഫോളിയോ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ദാറ്റ് ഈസ് ദി തീം ബിഹൈൻഡ് കീപ്പിംഗ് എ പോർട്ട്ഫോളിയോ. Okay, diversification, as I've already explained to you what diversification is, previous videos I explained it. It's simply a process of investing in different types of securities. Ippam equity thanne edutho, equity il thanne pala sectors undavum. Now the benefit of investing in different sectors that ഏതെങ്കിലും ഒരു സെക്ടറിന് പണി കിട്ടിയാലും ബാക്കിയുള്ള സെക്ടർ if it is doing good നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂർഡ് ആവും. ഓക്കെ, മൊത്തത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പണി വരുന്ന ചാൻസ് ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ദാറ്റ് ഇസ് സംതിങ് വി കാൺ സേ ദാറ്റ് 100% ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മെജോറിറ്റി കേസുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സെക്ടറിന് പണി കിട്ടിയാൽ തന്നെ ബാക്കിയുള്ള സെക്ടേഴ്സ്, മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള സെക്ടേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകും. Okay, that is the reason why we opt for portfolios and we ensure that it is diversified enough. Now diversified ആവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോറിലേഷനും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കോറിലേഷനും വേരിയൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. Now correlation, when it comes to correlation, ഒന്നിലധികം സെക്യൂരിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ സ്റ്റോക്കും മുകളിലേക്ക് പോവുക. നെഗറ്റീവ് ആണെങ്കിലോ ഒരെണ്ണം മുകളിലേക്ക് പോകുമ്പോൾ ഒരെണ്ണം താഴോട്ട് പോകും. സോ നമ്മുടെ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ നോക്കുക, അല്ലെങ്കിൽ തിയറി ബേസിസിൽ നോക്കുകയാണെങ്കിൽ, തിയറി നോക്കുകയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് തമ്മിൽ ഒരു പ്രിഫറബിളി ഒരു നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ലോ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടാവുന്നതാണ് നല്ലത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൂന്ന് സെക്യൂരിറ്റി ഉണ്ടെന്ന് വെച്ചോ, എ ബി സി. കമ്പനി എയുടെ വാല്യൂ കയറുമ്പോൾ കമ്പനി ബിയുടെ വാല്യൂ താഴോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ. അങ്ങനത്തെ സെക്യൂരിറ്റീസാണ് പ്രിഫറബിളി ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെസ്റ്ററിന് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക് കുറയ്ക്കാൻ പറ്റുക? കുറേ അധികം സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ടമാനം ഈ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റീസ് കുത്തി നിറച്ച് എടുക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെക്യൂരിറ്റീസിൻ്റെ എണ്ണം ഒരു പരിധി വിട്ട് കൂടി പോകുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകും. നൗ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസ്ക്കും നമ്പർ ഓഫ് സെക്യൂരിറ്റീസും നമുക്ക് കാണിക്കാം എന്താണ് എന്നുള്ളത്. സോ ഒരു ഗ്രാഫിൽ യു ഗോട്ട് യുവർ എക്സ് ആക്സിസ് ആൻഡ് യുവർ വൈ ആക്സിസ്. എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ദി റിസ്ക്, വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, ജനറലി സ്പീക്കിംഗ് ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ സെക്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള റിസ്ക് പതുക്കനെ താഴെ പോകും. ഒരു പരിധി എത്തുമ്പോൾ ആ സംഭവം അതിൻ്റെ എഫക്റ്റീവ്നെസ് പോയി. Now as you know, there is something known as a systematic risk. ഈ ഒരു പോർഷൻ, ഓക്കെ, ഞാനിപ്പോൾ ഈ കളർ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദി പോർഷൻ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താ റിസ്ക്? അൺഅവോയ്ഡബിൾ റിസ്ക്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റിസ്ക്കാണ്. ഏത് സെക്ടർ എടുത്താലും നിങ്ങൾ എന്ത് കളി കളിച്ചാലും നമ്മൾ പറയില്ല വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്ന ചില ടൈപ്പ് റിസ്ക്കുകളുണ്ടല്ലോ, അതാണ് ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് എഫക്ട്സ് എവറിത്തിങ് ഗ്ലോബലി, എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഓൺ ദി അതർ ഹാൻഡ്, ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് അനദർ കളർ. ഈ പറഞ്ഞിട്ടുള്ള ഏരിയ, ദിസ് ഏരിയ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ, ഇറ്റ് ഈസ് ദി അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് മുകളിലുള്ള ഏരിയ ആണ്. നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കേനെ നമുക്ക് നമ്മുടെ റിസ്ക് താത്താൻ പറ്റുന്നു. ഓക്കെ, വി ആർ ഏബിൾ ടു ബ്രിങ് ഡൗൺ ദ റിസ്ക് ബൈ ആഡിങ് മോർ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ്. കൂടുതൽ സെക്യൂരിറ്റീസ് ഇടുന്നത് ഇവിടെ 1 സെക്യൂരിറ്റി, 2 സെക്യൂരിറ്റി, 3 സെക്യൂരിറ്റി, 4 സെക്യൂരിറ്റി, 5 സെക്യൂരിറ്റി, സെക്യൂരിറ്റീസിൻ്റെ എണ്ണം കൂടുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ഈ പറഞ്ഞ സെയിം പോസിറ്റീവ് കോറിലേഷനുള്ള സെക്യൂരിറ്റീസ് അല്ല, തമ്മിൽ ഇത്തിരി എന്താ പറയുക ഓപ്പോസിറ്റ് രീതിയിൽ വർക്ക് ചെയ്യണ സെക്യൂരിറ്റീസ് ആണെങ്കിൽ പ്രിഫറബിളി അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഇതിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റുന്ന അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് വിച്ച് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ.
ഓക്കെ, അങ്ങനത്തെ റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ, സിംപ്ലി പുട്ടഡ്, കൂടുതൽ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഏരിയസിലുള്ള സെക്യൂരിറ്റീസ് വെച്ചിട്ട് ആഡ് ചെയ്യും തോറും നമുക്ക് ആ റിസ്ക് കുറച്ച് കൊണ്ടുവരാം. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നമുക്കറിയാമല്ലോ, ആ പഴഞ്ചൊല്ലറിയാമല്ലോ, അധികമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു പ്രോവേർബ് അനുസരിച്ചിട്ട് ഇതിൻ്റെ വരുന്നുണ്ട്. ഒരു പരിധി വിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് കണ്ടമാനം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു എലമെൻറ്റ് ഇവിടുന്ന് പാരലായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ആർ ക്ലിയർ ഓൺ ദിസ് സ്മോൾ ഏരിയ ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനിൽ വരുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് റിസ്ക് റിട്ടേൺ കാൽക്കുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോസ് വിത്ത് മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. ഒന്നിലധികം സെക്യൂരിറ്റീസ് വരുമ്പോൾ റിസ്ക് കാൽക്കുലേഷൻ എങ്ങനെയാണ്. ഓക്കെ, റിസ്ക് കാൽക്കുലേഷൻ വളരെ സിമ്പിളായിട്ട് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഫോർമുലയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിസ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എഗെയിൻ പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് ദ മെയിൻ ടൂൾ. നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ടൂൾ എന്ന് പറയുന്നത് റിസ്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസുമാണ്. ഓക്കെ, സോ പോർട്ട്ഫോളിയോ വേരിയൻസ് ഇസ് ഈക്വൽ ടു, ഫോർമുല കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതെങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രോബ്ലം വെച്ച് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവും ഈ സംഭവം. ഓക്കെ, കാണുമ്പോൾ പേടിക്കരുത്. സിഗ്മ ഐ ഈക്വൽ ടു എൽ അല്ല ഐ ഈക്വൽ ടു 1 n ഓരോ ഈ പറഞ്ഞിട്ടുള്ള ഫോർമുല, ഈ ഫോർമുലയിൽ ഓരോന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് വൺ ഇസ് യുവർ പോർട്ട്ഫോളിയോ വേരിയൻസ്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഇത് ഡബിൾ സമ്മേഷൻ മീൻസ് n സ്ക്വയർ നമ്പേഴ്സ് ആർ ടു ബി ആഡഡ്. അതെന്താണെന്ന്, അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, x1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പ്രൊപ്പോർഷൻ ഓഫ് മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി ഐ. xj എന്ന് പറയുന്നത് proportion of money invested in security j. This one is the standard deviation. Okay, standard deviation of I and j. Okay, then n എന്ന് പറയുന്നത് number of securities. ഇതിനകത്തൊരു n തന്നിട്ടില്ല. Number of securities invested in the portfolio. Now this is, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എക്സ് ഐയും എക്സ് ജെയും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോർ ദാൻ 2 അല്ലേ? പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ടേക്കിംഗ് 2 സെക്യൂരിറ്റീസ് അറ്റ് എ ടൈം. ഓക്കെ, ഇവിടെ ഒരു മാട്രിക്സ് ഫോമാറ്റിലാണ് നമ്മൾ കാര്യം ചെയ്യുന്നത്. അത് ഞാനൊരു പ്രോബ്ലം വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, സോ വെരി സിമ്പിൾ പ്രോബ്ലം. ദ പോർട്ട്ഫോളിയോ ഞാൻ ഈ പ്രോബ്ലം ഒന്ന് വായിക്കാം. ഓക്കെ, ഇതിന് ഈ മെത്തേഡിന് വിളിക്കുന്നൊരു പേരാണ് വേരിയൻസ് കോവേരിയൻസ് മാട്രിക്സ്. ഓക്കെ, വേരിയൻസ് കോവേരിയൻസ് മാട്രിക്സ്. നമുക്ക് ഈ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നൗ എ പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് 3 സെക്യൂരിറ്റീസ് A, B and C. The proportion of investment in each of these securities is 0.2, 0.3, 0.5. Okay, the variance of each security and the covariance of each possible pair of securities may be set up as a matrix. ഞാൻ ആ മാട്രിക്സ് ഒന്ന് വരച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ദിസ് ഇസ് വാട്ട് ഐ എം ഡ്രോയിങ് ഇസ് എ പാർട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, വെയ്റ്റ് സെക്യൂരിറ്റി A, B, C. വെയ്റ്റ് 0.2, 0.3, 0.5. സെക്യൂരിറ്റി A, B, C. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താ ഈ സംഭവം, ഒരു പിടുത്തം കിട്ടണില്ലല്ലോ. പറയാം. ഓക്കെ, അതിൻ്റെ പുറത്താണെങ്കിലും 0.2, 0.3, 0.5. Now what you have to understand, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസും കൂടി ഒന്ന് എഴുതാം. ഓക്കെ, 52, 63, 36, 63, 38, 74, 36, 74, 45. Okay, now this is the question ഇത്രയേ ഉള്ളൂ. ഒരു മാട്രിക്സ് ഫോമാറ്റിൽ തന്നിട്ടുണ്ട്, വെയ്റ്റും സെക്യൂരിറ്റീസും, അതിനകത്ത് വേരിയൻസ് കോവേരിയൻസ് ഫോമാറ്റ് ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സംഗതി കാണുന്നുണ്ടല്ലോ, എ ബി എ സി.
Now covariance എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള സംഭവമാണ്. രണ്ട് എയും ബിയും എയും സിയും അതൊക്കെയാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. Now ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എ ദിസ് വൺ, ബി ദിസ് വൺ, സി ഈ ഡയഗണലി കാണുന്ന സാധനം ഉണ്ടല്ലോ, ദീസ് ആർ യുവർ വേരിയൻസ്. ഓക്കെ. ബാക്കി എല്ലാതും ഈ വന്നിട്ടുള്ള കോവേരിയൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എയും ബിയും തമ്മിലുള്ള, എയും സിയും തമ്മിൽ, ബിയും എയും തമ്മിൽ, ബിയും സിയും തമ്മിൽ, ബാക്കിയുള്ള ഈ ഡയഗണൽ ഒഴിച്ച് ബാക്കിയുള്ള സംഗതികളുണ്ടല്ലോ, ദോസ് ആർ കോവേരിയൻസസ്. ക്ലിയർ? സോ ഹോപ്പ് യു ക്ലിയർ ഇൻ ദിസ്. ഈ നടുക്കിലുള്ള സാധനം എയുടെ വേരിയൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള 52. ഓക്കെ. ബിയുടെ വേരിയൻസ് ആണ് 38, സിയുടെ വേരിയൻസ് ആണ് 45. എയും ബിയും തമ്മിലുള്ള കോവേരിയൻസ് ആണ് 63, എയും സിയും തമ്മിലുള്ള കോവേരിയൻസ് ആണ് 36. ക്ലിയർ? അതിനകത്ത് ഈ 0.2, 0.3, 0.5 ഇതൊക്കെ നിങ്ങളുടെ വെയിറ്റ് ആണ്, എക്സ്. ഓക്കെ. നമ്മൾ ഫോർമുലയിൽ കണ്ടില്ലേ, എക്സ് ഐ എക്സ് ജെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ടേക്ക് 2 സെക്യൂരിറ്റീസ് അറ്റ് എ ടൈം. ഫോർമുലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എക്സ് ഐ എക്സ് ജെ. ഈ എൻ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്ന സമ്മേഷനാണ്. ഓക്കെ. നമ്മൾ അറ്റ് എ ടൈം 2 സെക്യൂരിറ്റികൾ എടുത്തിട്ട് ഈ ഫോർമുല, ഇതാണ് മെയിൻ ഫോർമുല, എക്സ് ഐ എക്സ് ജെ ഇൻറ്റു എക്സ് ഐ ഇൻറ്റു എക്സ് ജെ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഐ ജെ. നമ്മൾ അറ്റ് എ ടൈം 2 വേരിയബിൾ എടുക്കും. ആദ്യം നമ്മൾ എയും ബിയും എടുക്കും, അല്ലെങ്കിൽ എയും എടുക്കും, എയും സി, അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ പോവാണ്. ഓക്കെ. ഐ വിൽ ഷോ ഇറ്റ് യു. നമുക്ക് ഫോർമുല എന്താണ്? വേരിയൻസ് സ്ക്വയർ of the portfolio, variance square അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഇസ് ദി വേരിയൻസ്. പോർട്ട്ഫോളിയോ വേരിയൻസ് ഇസ് ഈക്വൽ ടു, ആദ്യം ഏതെടുക്കണ്ടേ? നമുക്കറിയാം ഫോർമുല എന്നിട്ടാ എക്സ് ഐ, നമുക്ക് ഫോർമുല അറിയാം, എക്സ് ഐ എക്സ് ജെ. ഓക്കെ. എക്സ് ഐ എന്ന് പറയുന്നത് ദ വെയിറ്റ് ഓഫ് ഫസ്റ്റ് വൺ, ആൻഡ് എക്സ് ജെ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സെക്കൻഡ്, പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റ്, ആൻഡ് ദെൻ ദി സെഡ് വാല്യൂ, ഈ പറഞ്ഞിട്ടുള്ള ഉള്ളിലുള്ള വാല്യൂ, സ്റ്റാൻഡേർഡ് ദിസ് വൺ. ഓക്കെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ഐ, standard deviation I j. Okay. So first കേസിൽ 0.2. ഓക്കെ. A 0.2, again ഇവിടെ എയുടെ വെയിറ്റ് 0.2, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇൻറ്റു 52. നമുക്കറിയാം അടുത്ത സമ്മേഷനാണ്. പിന്നെ എ ബി ആണ് നോക്കുന്നത്. 0.2 ബിക്ക് 0.3 ഇൻറ്റു 63 പ്ലസ് അടുത്തത് എയും സിയും. എയും സി എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു 0.5 ഇൻറ്റു 36. അങ്ങനെ നമ്മൾ എല്ലാതും ആഡ് ചെയ്യണം. ഓക്കെ. 0.3 ഇൻറ്റു 0.2 ഇൻറ്റു 63 പ്ലസ് അടുത്തത് 0.3 ഇൻറ്റു 0.3 ഇൻറ്റു 38, പിന്നെ അടുത്തത് 0.3 ഇൻറ്റു 0.5 ഇൻറ്റു 74 പ്ലസ് 0.5 ഇൻറ്റു 0.2 ഇൻറ്റു 36 പ്ലസ് 0.5 ഇൻറ്റു 0.3 ഇൻറ്റു 74 പ്ലസ് 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 45. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് യുവർ പോർട്ട്ഫോളിയോ വേരിയൻസ്. ഓക്കെ. നമ്മൾ ഓരോന്നിനും 2 വാല്യൂസ് അറ്റ് എ ടൈം എടുത്തെടുത്താണ് പോയത്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ഒന്നിലധികം സെക്യൂരിറ്റീസ് വരുമ്പോഴുള്ള ഫോർമുല. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് 2 സെക്യൂരിറ്റീസ് മാത്രമുള്ളപ്പോൾ എങ്ങനെയാണെന്നാണ്. ഓക്കെ. ഇത് 2 സെക്യൂരിറ്റീസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ പോർട്ട്ഫോളിയോ വേരിയൻസ്. ഓക്കെ. പോർട്ട്ഫോളിയോ വേരിയൻസ്, അതായത് ദിസ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 53.71. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് 53.71 ചെയ്യുക. യു വിൽ ഗെറ്റ് അറൗണ്ട് 7.328. Clear? So depending on the kind of question you can stop. Okay. So please remember, രണ്ട് സെക്യൂരിറ്റീസ് വരുമ്പോഴുള്ള ഫോർമുല ഇതാണ്, ബേസിക് ഫോർമുല ഇതാണ്. ഈ എൻ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സമ്മേഷനാണ് എല്ലാത്തിൻ്റെയും.
ഓക്കെ, നമ്മൾ അറ്റ് എ ടൈം രണ്ട് സെക്യൂരിറ്റീസ് ആണ് എടുക്കുന്നത്. എയും എടുക്കും, എയും ബിയും എടുക്കും, എയും സി എടുക്കും, പിന്നെ ബിയും എയും എടുക്കും, ബി ബി, ബി സി, പിന്നെ സി എ, സി ബി, സി സി. അതിനകത്ത് രണ്ട് എക്സ് ഐയും എക്സ് ജെ എന്ന് ഉദ്ദേശിക്കുന്നത് വെയ്റ്റുകളാണ്. ഓക്കെ, എക്സ് ഐ, എക്സ് ജെ. പിന്നെ ഉള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ this what you see over here it can be considered as either standard deviation or covariance. Okay, മാട്രിക്സിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ കോവേരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഹോപ്പ് യു ആർ ക്ലിയർ ഓൺ ദിസ് കണ്ടന്റ്. അത്യാവശ്യം സിമ്പിളായിട്ട് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ. താങ്ക് യു.